ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പാലും ബ്രെഡും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഒരു 500 ml പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെച്ച് കൊടുത്ത പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് കസ്റ്റർഡ് പൗഡർ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇത് എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പൗഡറായിട്ട് ഇങ്ങനെ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ ഇങ്ങനെ കട്ടയായിട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ഇതിപ്പോൾ പാൽ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കുന്നത്. പിന്നെ നമുക്കിതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ ഈ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തതും ഉടൻ തന്നെ പാൽ നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ പാലിൽ നല്ലൊരു ലൈറ്റ് യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റർഡ് പൗഡറെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് പഞ്ചസാര. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരല്പം കൂടി കുറഞ്ഞാലും പ്രശ്നമില്ല. ഒരുപാട് മധുരം നമുക്കിതിന് വേണ്ടി വേണ്ട, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ഷുഗർ കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ഇച്ചിരി ചൂടായതിൻ്റെ പേരിൽ പെട്ടെന്ന് അത് മെൽറ്റായിട്ട് കിട്ടും. നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഷുഗർ ഇപ്പം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. നല്ലൊരു ഏലക്കയുടെ ഫ്ലേവറൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും. കൂടെ തന്നെ കുറച്ച് നട്ട്സ് കൂടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ബദാമും പിസ്തയുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഈ ബദാമും പിസ്തയൊന്നും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടല ചേർത്താലും മതിയാവും. നിലക്കടലയൊന്നും നമ്മൾ ഈ സമയത്ത് ചേർക്കാൻ പാടില്ല, ഫൈനലി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ പാല് തിളച്ച് വരുന്ന ഒരു സമയം മാത്രമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇത്രയും തിക്നെസ് ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും തിക്കായിട്ട് നമുക്ക് കിട്ടേണ്ടത് ആ കസ്റ്റർഡ് പൗഡറിൻ്റെ അളവിലാണ്. അപ്പോൾ കസ്റ്റർഡ് പൗഡർ കൂടാതെ നോക്കിക്കോണം. കൂടിക്കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് പോകും. പിന്നെ നമ്മൾ വീണ്ടും എക്സ്ട്രാ പാൽ ചേർക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ചെറിയൊരു പായസമൊക്കെ കുടിക്കും പോലെ ആയിരിക്കും. ആ ഒരു ടേസ്റ്റിലായിരിക്കും ഇപ്പോൾ ഉള്ളത് ഇത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് എടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോഴത്തേക്ക് ഒന്നും വേസ്റ്റ് ആകാതെ കിട്ടും. ഞാനിപ്പോൾ ആ ഒരു രീതിയിലല്ല ചെയ്തെടുക്കുന്നത്. ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ബൗൾ ഉണ്ടെങ്കിൽ ആ ബൗൾ വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ബ്രെഡ് കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മളിതുപോലെ ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ബ്രെഡ് ഇങ്ങനെ ബാക്കി വരും. അപ്പോൾ ഈ ബാക്കി വരുന്ന ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡിൽ ഓംലെറ്റും തയ്യാറാക്കി എടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ പുരട്ടി കൊടുത്ത ശേഷം ഈ ബ്രെഡ് ഒന്ന് സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സൂപ്പറായിട്ട് അത് കഴിച്ചോളും. നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. കാണാൻ തന്നെ നല്ലൊരു ചേലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ബ്രെഡൊന്നും വേസ്റ്റാക്കി കളയരുത്. ഇനി നമുക്ക് വേണ്ടത് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
ബ്രെഡ് ഒന്ന് ഒരു സൈഡ് ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പേടയാണ്. ഞാനിപ്പോൾ കുറച്ച് പേട എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാൽപ്പേട തയ്യാറാക്കുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പാൽപ്പേട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പഴുത്തി എടുത്തിട്ട് ഓരോ ബ്രെഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ ബ്രെഡിലേക്കും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ 2 പേട മതിയാവും. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സിലേക്ക് കുറച്ച് മാത്രം മധുരം ചേർത്തത് ഇതുപോലെ പാൽപ്പേട വെക്കുന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾ ഈ പേട വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മധുരം കൂടി നമ്മൾ ചേർക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് മധുരം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രെഡ് കൂടി തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമാണ്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മുടെ 2 ബ്രെഡ് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സാണ്. അപ്പോൾ മിക്സിന് ഇപ്പോഴും നല്ല ചൂടുണ്ട്. ചൂടോടെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ചൂടോടെ തന്നെ നമ്മുടെ ബ്രെഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം മിക്സ് വേണോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. കൂടുതൽ ചേർത്തിട്ട് കഴിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പാൽപ്പേട ഇല്ലാന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ നട്ട്സും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല, വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. കുട്ടികളൊക്കെ ഏത് സമയത്ത് സ്വീറ്റ് ചോദിച്ചാലും നമുക്കിതുപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് അവരിത് കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അധികം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അതിൻ്റെ പേരിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.